ഹായ്. അപ്പോൾ ഇന്ന് ചോളം വെച്ചിട്ടുള്ള ഒരു വട ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മൂക്കാത്ത ചോളം ഉണ്ടാവില്ല, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മളെ പരിപ്പ് വട പോലെ തന്നെ ഇരിക്കും. അപ്പോൾ 4 സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ട് അരിയുക. ഞാൻ അപ്പോൾ ഏകദേശം വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിച്ചെടുത്ത വെള്ളം പോലെ ഉണ്ടാകും, ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും, നല്ല ചെറിയ പീസായിട്ട്. പിന്നെ ആ മിക്സിയിൽ തന്നെ നമ്മളെന്ത് ചെയ്യുക, ചോളം പുഴുങ്ങിയ ചോളാവണം കേട്ടോ. ചെള്ള് ചോളാണ്, മൂക്കാത്തതുകൊണ്ടാണ് ഞാൻ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെള്ള് ചോളം എന്ത് ചെയ്യുക, ആദ്യം പുഴുങ്ങുക, പിന്നെ അത് മിക്സിയിലിട്ടൊന്ന് അടിക്കുക. നമ്മൾ പരിപ്പടിക്കൂല അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. നല്ല അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, വേഗം ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട്. പിന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കട്ടെ. പച്ചമുളക് ഞാൻ 2 ഇവിടെ എടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പച്ചമുളക് തന്നെ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. 2 ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 6 എടുക്കേണ്ടി വരും, എരിവിനനുസരിച്ചിട്ടാ. പിന്നെ അത് നന്നായിട്ട് നടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പക്കാരം, അതായത് സോഡാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ചിക്കൻ മസാലൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയാണ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം ഇത് കുറച്ച് വെള്ളം പോലല്ല, അപ്പോൾ കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലേന്ന് ഫസ്റ്റ്, കാരണം ചോളം പുഴുങ്ങുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടായിന്ന്. പിന്നെ ഞങ്ങൾ പാകത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ എരിവില്ലാത്തതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്ത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ സംഭവം കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുക, ചട്ടി ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായ ശേഷം ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഉള്ളത് വെളിച്ചെണ്ണ വെച്ച് ചെയ്യുക. പിന്നെ പരിപ്പ് വട പരത്തും നമ്മൾ അതുപോലെ കേട്ടോ, ഞാൻ വട്ടത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ റൗണ്ടിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ അവിടെ വട്ടത്തിലാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ പരിപ്പ് വടൻ്റെ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് നല്ല രസമുണ്ട്. ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കുകയാണ്, പക്ഷേ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ട് അപ്പുറത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റിൽ പറയാം. ഓക്കെ, ബൈ.